എറണാകുളം പിറവത്ത് വ്യാജ പരാതി നൽകി പ്രധാനാധ്യാപകനിൽ നിന്ന് പണം തട്ടാൻ ശ്രമിച്ച കേസിൽ പിടിയിലായ PTA പ്രസിഡന്റ് അടക്കം 4 പേരെ കൊച്ചിയിലെ വിജിലൻസ് ഓഫീസിൽ എത്തിച്ചു. പിറവം സെന്റ് ജോൺ സ്കൂളിലെ പ്രധാനാധ്യാപകൻ ഡാനിയൽ ദേവസിയുടെ പരാതിയിലാണ് നടപടി. സ്കൂൾ HMന്റെ അദ്ദേഹത്തിനെതിരെ എൻക്വയറി ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യത്തിൽ ആ പരാതി തീർക്കാൻ വേണ്ടിയിട്ട് കാശ് കിട്ടണം പറഞ്ഞിട്ടുള്ള ഒരു സംഭവമായിരുന്നു. അത് പരാതി നമുക്ക് കിട്ടി, നമ്മൾ ട്രാപ്പ് ചെയ്തു. ശ്യാംകുമാർ വിവരങ്ങളുമായി. ശ്യാം, എന്താണ് ഈ PTA പ്രസിഡന്റ് നേതൃത്വത്തിൽ അവർ ചെയ്തത്? അനുജ, ഈ പിറവം സെന്റ് ജോൺ സ്കൂളിലെ പ്രധാന അധ്യാപകനെ സാമ്പത്തിക തിരിമറി നടത്തിയെന്നും ഇതിൽ അന്വേഷണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ 15 ലക്ഷം രൂപ നൽകണമെന്നും ആവശ്യപ്പെട്ടാണ് നിലവിലെ PTA പ്രസിഡന്റും മുൻ PTA പ്രസിഡന്റും മറ്റ് രണ്ടുപേരും ചേർന്ന് ഒരു കെണി ഒരുക്കിയത്. ഇതിൽ 15 ലക്ഷം രൂപ നൽകണമെന്ന് ആവശ്യപ്പെട്ടത് വെഞ്ഞാറമൂട് വെച്ചായിരുന്നു. ഇവിടെ ഇന്ത്യൻ കോഫി ഹൗസിന് സമീപത്ത് ഈ പണം നൽകാനായിട്ട് എത്തിയതിൽ 2 പേർ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഉദ്യോഗസ്ഥരാണെന്ന് ഈ പ്രതികൾ പ്രധാനാധ്യാപകനെ പറഞ്ഞ് വിശ്വസിച്ചിരുന്നു. ഇദ്ദേഹം ഈ വിവരം വിജിലൻസിൽ അറിയിക്കുകയും വിജിലൻസ് ഒരുക്കിയ കെണിയിലേക്ക് ഈ പ്രതികൾ വന്ന് കയറുകയുമായിരുന്നു. അങ്ങനെയാണ് 4 പേരെ വിജിലൻസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ മുഖ്യപ്രതികൾ സ്കൂളിലെ പിറവം സെന്റ് ജോൺ സ്കൂളിലെ നിലവിലെ PTA പ്രസിഡന്റും മുൻ PTA പ്രസിഡന്റുമാണ്. 4 പേരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവരെ ചോദ്യം ചെയ്തു വരികയാണ്. 15 ലക്ഷം രൂപയാണ് ഈ പ്രതികൾ കേസ് ഒതുക്കുന്നതിന് ഉദ്യോഗസ്ഥർക്ക് നൽകാനെന്ന പേരിൽ ആവശ്യപ്പെട്ടിരുന്നത്. അനുജ, പ്രധാന അധ്യാപകനിൽ നിന്ന് പണം തട്ടാൻ ശ്രമിച്ച കേസിലാണ് PTA പ്രസിഡന്റ് അടക്കം 4 പേരെ വിജിലൻസ് ഓഫീസിൽ എത്തിച്ചത്.